Dear students, welcome to the new session of Macroeconomics. Macroeconomicsൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഭാഗം കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, കെയ്നീഷ്യൻ കോൺസെപ്റ്റ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഓക്കെ, വെൽക്കം ടു ദിസ് സെഷൻ. Keynes' psychological law of consumption. It states that men are disposed as a rule and on the average to increase their consumption as their income increase, but not as much as the income increase in their income. ഓക്കെ, അപ്പോൾ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ പ്രധാനമായിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഈ കൺസംഷൻ മെൻ ആർ ഡിസ്പോസ്ഡ് ആസ് എ റൂൾ ആൻഡ് ദ ആവറേജ് ഇൻക്രീസ് ദെയർ കൺസംഷൻ, അല്ലേ? ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കൺസംഷനിൽ വർധനവ് ഉണ്ടാകുന്നു. പക്ഷേ ഇൻകത്തിലുണ്ടാവുന്ന വർധനവിന് അത്രയും വർധനവ് എന്തിലുണ്ടാവുന്നില്ല, കൺസംഷനിൽ ഉണ്ടാവുന്നില്ല. ദാറ്റ് ഈസ് ദ കെയ്നീഷ്യൻ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. It is also known as propensity to consume. Okay, it is called as consumption function. Okay, that is consumption, Keynesian concept of consumption function. Then three related propositions of this consumption function are: when income increases, consumption expenditure also increases, but ബൈ എ സ്മോളർ എമൗണ്ട്. അതാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്, അല്ലേ? ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, ഈ കൺസംഷനിൽ ഇൻകത്തിലുണ്ടാകുന്ന വർധനവിന് ആനുപാതികമായിട്ടുള്ള വർധനവ് ഉണ്ടാകുന്നില്ല. ഇൻകത്തിലുണ്ടാകുന്ന വർധനവിനേക്കാൾ കുറവ് വർധനവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. Then next, the increased income will be divided in some proportion between consumption expenditure and saving. ഓക്കെ, അതായത് ആളുകൾക്ക് ഇൻകത്തിലുണ്ടാകുന്ന വർധനവ് എന്തൊക്കെയായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു? ഒരു കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഭാഗം എന്താണ്, സേവിങ് ആയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഭാവിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സേവിങ് ആക്കി മാറ്റുന്നു. An increase in income unlikely to lead to less spending or less saving than before. ഓക്കെ, അപ്പോൾ അവിടെ ഇൻകത്തിലുണ്ടാവുന്ന വർധനവ് എങ്ങനെയാണ്? ദാറ്റ് ലീഡ്സ് ടു ലെസ് സ്പെൻഡിങ് ഓർ ലെസ് സേവിങ്. ഓക്കെ, ഒന്നുകിൽ ലെസ് സ്പെൻഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലെസ് സേവിങ് ഉണ്ടാവുന്നതിന് ഇൻകത്തിൻ്റെ ഇൻക്രീസ് കാരണമാവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായിട്ടും കൺസംഷൻ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻകത്തിലുണ്ടാവുന്നതിന് ആനുപാതികമായിട്ടുള്ള വർധനവല്ല എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവുന്നത്, അല്ലേ? ഇൻകത്തിൽ വർധനവ് ഉണ്ടാവുന്നു, അതിനനുസരിച്ച് എക്സ്പെൻഡിച്ചറും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇൻകത്തിലുണ്ടാകുന്ന വർധനവിൻ്റെ അത്രയും വർധനവ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവുന്നില്ല. ഓക്കെ, when income increases, consumption also increases, but not the same extent as the increase in income. That is already we said. Consumption spending differ from investment spending is in such a way that the consumer makes his purchases to satisfy his or that his family's needs directly. Okay, then consumption function. The consumption function expresses the relationship between income and consumption. ഓക്കെ, ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് കൺസംഷൻ ഫംഗ്ഷനകത്ത് പറയുന്നത്. ദെൻ ഇൻകം, ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ. നമുക്കറിയാം, ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് തുല്യമാണ്? ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓക്കെ, ദെൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ മെയ്ഡ് അറ്റ് ഗിവൺ ലെവൽ ഓഫ് ഇൻകം. ഓക്കെ, ലഭ്യമായിട്ടുള്ള വരുമാനത്തിൽ എത്ര അത് കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐ ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ദ സേവിങ്. സിംബോളിക്കലി സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഓക്കെ, സി എന്ന് പറയുന്നത് എന്താണ്? ഇൻകത്തിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന് പറയാനായിട്ട് സാധിക്കും. വെൻ ഇൻകം ഇൻക്രീസസ്, കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, കൺസംഷൻ ഷെഡ്യൂൾ, ടാബുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് വേരിയസ് എമൗണ്ട് ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻകം. അതായത് വ്യത്യസ്ത ഇൻകം ലെവൽസിൽ എത്ര കൺസംഷൻ നടത്തുന്നു എന്നത് കാണിക്കുന്ന ആ ഒരു ടാബുലർ റെപ്രസെൻറ്റേഷനാണ് എന്ന് പറയുന്നത് കൺസംഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഉദാഹരണം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഡിസ്പോസിബിൾ ഇൻകം ഫസ്റ്റ് കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കോളം കൺസംഷൻ കാണിക്കുന്നു. ദെൻ നെക്സ്റ്റ് കോളം സേവിങ്സ് കാണിക്കുന്നു. ഓക്കെ, അവിടെ ഡിസ്പോസിബിൾ ഇൻകം 100 ആയിരിക്കുന്ന സമയത്ത് കൺസംഷൻ 80, ദെൻ സേവിങ്സ് 20. ദെൻ ഡിസ്പോസിബിൾ ഇൻകം 120 ആകുമ്പോൾ അവിടെ കൺസംഷനിൽ വർധനവുണ്ടാകുന്നു, 95 വർദ്ധിക്കുന്നു. ദെൻ സേവിങ്സ് 25 വർദ്ധിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അല്ലേ? 95ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ളത്, അല്ലേ?
ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 140 അല്ലേ. 140 ആയിട്ട് ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കുമ്പോൾ ദെൻ 110 അവിടെ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ 30 എന്ന് പറയുന്നതാണ് സേവിങ്സ്. ദെൻ 160 ആയിട്ട് ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കുമ്പോൾ 125, ദെൻ 35. അങ്ങനെ ഡിസ്പോസിബിൾ ഇൻകത്തിലുണ്ടാവുന്ന വർധന അനുസരിച്ച് എന്താണ് കൺസംഷനിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എത്ര തന്നെ വർദ്ധിക്കുന്നില്ല, ഇൻകത്തിലുണ്ടാകുന്ന വർധനത്തിന് അത്രയും വർധനവ് കൺസംഷനിൽ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? കുറച്ച് ഭാഗം അവർ സേവിങ് ആയിട്ട് മാറ്റിവെക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്പോസിബിൾ ഇൻകം ആൻഡ് കൺസംഷൻ. ദെൻ ഈ ഒരു കൺസംഷൻ ഫംഗ്ഷൻ്റെ കർവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എ 45 ഡിഗ്രി ലൈൻ. y ഈസ് ഈക്വൾ ടു C+s എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. അതായത് ഇൻകവും കൺസംഷനും ഈ കൺസംഷനും സേവിങ്സും കൂടി ചേർന്നായിരിക്കും ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് C+s എന്ന് പറയുന്ന കർവ് 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. ദെൻ കൺസംഷൻ ദാറ്റ് ഈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കർവായിരിക്കും. ഓക്കെ, അതിനുള്ള കാരണം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഇൻകത്തിലുണ്ടാകുന്ന വർധനവ് എന്താണ്? കൺസംഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത്രയും തന്നെ ഇൻകത്തിലുണ്ടാകുന്ന വർധനവ് ആനുപാതികമായിട്ടുള്ള വർധനവ് ഉണ്ടാകുന്നില്ല. ദെൻ ഈ ഒരു C3 എന്ന പോയിന്റിന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ എന്താണ് വർദ്ധിക്കുന്നത്? C+s എന്ന് പറയുന്ന പോയിന്റ് മുകളിലും ദെൻ കൺസംഷൻ താഴെയാവുന്നത്. അതായത് ഇൻകത്തിൽ ധാരാളമായിട്ട് ഇൻകം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഭാഗം അവിടെ എന്തായിട്ട് മാറ്റുന്നു? സേവിങ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസംഷൻ ആൻഡ് ദ ഇൻകം. ആ ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആൻഡ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ദ കൺസംഷൻ ആസ് എ റിസൾട്ട് ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇൻകത്തിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം എത്ര മാറ്റമാണ് കൺസംഷനിൽ ഉണ്ടാകുന്നത്, ആ ഒരു റിലേഷൻഷിപ്പാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിൽ കാണിക്കുന്നത്. റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ദ കൺസംഷൻ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം. സോ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല MPC is equal to delta C by delta Y. Here delta C is the change in consumption and delta Y is the change in income. So marginal propensity to save എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 - MPC ആയിരിക്കും. marginal propensity to save എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a ratio of small change in the savings as a result of small change in income. ഇൻകത്തിൽ ഉണ്ടാകുന്ന വർധനവിന് അല്ലെങ്കിൽ വ്യത്യാസത്തിനനുസരിച്ചിട്ട് സേവിങ്ങിൽ എന്തൊരു വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്ന് പറയുന്നത് 1 - MPC ആയിരിക്കും. ഓക്കെ, ദെൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്താണെന്നുള്ളത് നോക്കാം. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇസ് ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് കൺസംഷൻ ടു അബ്സല്യൂട്ട് ഇൻകം അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഓക്കെ, അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ കൺസംഷനും ഇൻകവും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. ഈ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് 1 - APC ആയിരിക്കും. ഓക്കെ, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് ആവറേജ് 1 - APS ആയിരിക്കും. ദെൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 - APCയോട് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വയ്ക്കേണ്ടതാണ്. Then the assumptions of this Keynesian consumption function, it assumes a constant psychological and institutional complex, which means that income distribution, taste, habits, social customs, price movements, population growth, etc. remain constant and consumption depends upon income. Okay. കൺസംഷൻ ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ് ഫസ്റ്റ് അസംഷൻ പറയുന്നത്. ദ നെക്സ്റ്റ് അസംഷൻ, ഇറ്റ് അസ്യൂംസ് ദ എക്സിസ്റ്റൻസ് ഓഫ് നോർമൽ കണ്ടീഷൻസ് ഡസ് നോട്ട് ഓപ്പറേറ്റ് അബ്നോർമൽ കണ്ടീഷൻ ലൈക്ക് വാർ, റിവല്യൂഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഓക്കെ, അതായത് നോർമൽ സിറ്റുവേഷനിൽ മാത്രമാണ് ഈ ഒരു കൺസംഷൻ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. മറ്റ് അബ്നോർമൽ സിറ്റുവേഷൻസ് ഉണ്ടാവാം, വാർ, റിവല്യൂഷൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാം. ദെൻ ഇറ്റ് അസ്യൂംസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ലേസസ് ഫെയർ, ദാറ്റ് ഈസ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ്, ആൻഡ് ഇറ്റ് ഈസ് ഓപ്പറേറ്റീവ് ഇൻ കേസ് ഓഫ് സോഷ്യലിസ്റ്റ് economies. Okay, existence of laissez-faire, അവിടെ ഗവൺമെൻറ് there is no government intervention എന്നുള്ള ഒരു അസംഷൻ ഈ ഒരു തിയറിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, then importance of Keynesian consumption function, that is first one, vital importance of investment. ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെയധികം ഒഴിച്ചുകൂടാനാവാത്തൊരു ഇമ്പോർട്ടൻസ് ഇവിടെ നൽകുന്നുണ്ട്. ദെൻ ഓവർ സേവിങ് ഗ്യാപ്പ്, അല്ലേ, അവിടെ ഒരു സേവിങ് ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട് ഇൻകവും അതുപോലെ തന്നെ കൺസംഷനും ഇടയിൽ. ദെൻ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് നിലനിൽക്കുന്നത്. ദർ ഈസ് നോ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇൻ ദ എക്കണോമി. എപ്പോഴും അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇത് മുഴുവൻ ഈ ഒരു Keynesian കൺസംഷൻ ഫംഗ്ഷന് ഇമ്പോർട്ടൻസ് ആയിട്ട് കണക്കാക്കുന്നു.
Then criticisms of this Keynesian consumption function are proportional relationship between consumption and income is not always true. ഓക്കെ, എല്ലാ സമയത്തും ഈ ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, കുറേയധികം പണം കൈവശം വെച്ച് അല്ലെങ്കിൽ പൂട്ടി വയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ശരിയായിക്കൊള്ളുന്നില്ല. ദെൻ നെക്സ്റ്റ് ക്രിറ്റിസിസമായിട്ട് പറയുന്നത് ഇറ്റ് നെഗ്ലെക്ട്സ് അതർ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ സ്പെൻഡിങ് സച്ച് ആസ് അസറ്റ് ഹോൾഡിംഗ്, അർബനൈസേഷൻ, അപ്പിയറൻസ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സിറ്റുവേഷൻസ്, അസറ്റ് ഹോൾഡിങ്സിനെ കുറിച്ചിട്ടോ അർബനൈസേഷൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്ട്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടോ ഒന്നും ഈ ഒരു കൺസംഷൻ ഫംഗ്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ അനദർ ക്രിറ്റിസിസം. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ലെവൽ ഓഫ് ആസ്പിറേഷൻസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കൺസംഷൻ സ്പെൻഡിങ്. ഓക്കെ, എക്സ്പെക്റ്റേഷൻസ്, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ വില വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന എക്സ്പെക്റ്റേഷൻസൊക്കെ എന്താണ്, ഒന്നും ഈ ഒരു കൺസംഷൻ ഫംഗ്ഷനിൽ പറയുന്നില്ല. നോർമൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ കൺസംഷൻ ഇൻകത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്. താങ്ക് യു.